Hi friends, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. പ്രധാനമായിട്ടും റേഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകളാണ്. അതോടൊപ്പം തന്നെ ആയിരം കാർഡിനുള്ള 1000 രൂപയുടെ വിതരണം, പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കുള്ള പ്രധാനപ്പെട്ട അറിയിപ്പ്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യം റേഷൻ്റെ കാര്യം തന്നെ പറയാം. സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു. വിവിധ റേഷൻ കടകളിലേക്ക് സ്റ്റോക്കുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്ന് നമ്മൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇനി ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അവസാനത്തെ കിറ്റ്, അതായത് ഓണക്കിറ്റിൻ്റെ വിതരണം നാളെയും കൂടി ഉണ്ടാകും. നാളത്തോടു കൂടി കിറ്റ് വിതരണം അവസാനിക്കുകയാണ്. ഇപ്പോൾ ഇനി വേറെ കിറ്റുകളൊന്നും ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് പുതിയൊരു റേഷൻ കാർഡ് വരികയാണ്. നിലവിലുള്ള റേഷൻ കാർഡ് മാറ്റാൻ വേണ്ടി പോവുകയാണ്. പുസ്തക രൂപത്തിലുള്ള റേഷൻ കാർഡ് മാറ്റാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പ് എല്ലാ ആളുകളും ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ജില്ലാ സപ്ലൈ ഓഫീസർമാർ നിർദ്ദേശം നൽകി കഴിഞ്ഞ ഒരു കാര്യമാണ്. അതായത് നിങ്ങളുടെ റേഷൻ കാർഡിൽ എന്തെങ്കിലും പിശകുകളുണ്ടെങ്കിൽ അത് തിരുത്തണം. അതുപോലെ മരണപ്പെട്ട ആളുകളെ ഇതിൽ നിന്നും ഒഴിവാക്കാൻ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ചെയ്യണം. ഇനി പുതുതായി ആളുകളെ കൂട്ടിച്ചേർക്കാൻ ഉണ്ടെങ്കിൽ അതും ഇപ്പോൾ തന്നെ ചെയ്യാവുന്നതാണ്. ഷെയർ ലോഗിൻ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായി സിറ്റിസൺ ലോഗിൻ വഴിയോ അല്ലെങ്കിൽ CSC സേവാ കേന്ദ്രങ്ങൾ വഴിയോ നിങ്ങൾക്ക് ഈ പ്രവർത്തനം ചെയ്യാവുന്നതാണ്. സ്മാർട്ട് കാർഡ് നമുക്ക് ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ മാസമാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യേണ്ടത്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ വരും വീഡിയോയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വരും വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നതുമാണ്. അതാണ് ഒരു കാര്യം. ഇനി പ്രധാനപ്പെട്ട കാര്യം, റേഷൻ കാർഡിന് ഒരു 1000 രൂപ പ്രഖ്യാപിച്ചിരുന്നു. ആ 1000 രൂപയുടെ ഈ വിതരണം എന്തായി എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. കമൻറ്റുകളിലൂടെ ചോദിക്കുമ്പോഴാണ് അറിയുന്നത് നമുക്ക് ഈ 1000 രൂപ ഇല്ലാത്തതുകൊണ്ട് ഇത് ആളുകൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അറിയുന്നത്. അപ്പോൾ ഇതിന് അർഹരായിട്ടുള്ള കുറേ ആളുകളെ അന്വേഷിച്ചപ്പോൾ ഈ ഒരാളെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആ 1000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം അത് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ വിതരണം ഓണത്തിന് മുമ്പ് ആരംഭിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അതിൻ്റെ ലിസ്റ്റൊന്നും ആകാത്തത് കൊണ്ട് പല സ്ഥലങ്ങളിലും അതിൻ്റെ വിതരണം തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇപ്പോഴും അതിൻ്റെ വിതരണം തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഭൂരിഭാഗം ആളുകൾക്കും ആ തുക കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ വരും ദിവസങ്ങളിൽ കിട്ടുമായിരിക്കും. കിട്ടാതെ പോകാൻ വഴിയില്ല. പക്ഷേ അതിൻ്റെ വിതരണം ഇപ്പോഴും വൈകുകയാണ്. അതാണ് ഒരു കാര്യം. പല ആളുകളും ചോദ്യത്തിനുള്ളൊരു മറുപടിയായിട്ടാണ് ഈ കാര്യം പറയുന്നത്. ഇനി പെൻഷൻ്റെ കാര്യം, പെൻഷൻ മസ്റ്ററിങ് വേണമോ എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കണമോ എന്നുള്ളതും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം പെൻഷൻ കിട്ടാൻ വേണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. അത്തരത്തിലുള്ള അറിയിപ്പുകളൊന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഇപ്പോൾ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഇരട്ട പെൻഷൻ വാങ്ങുന്ന ആളുകൾ, അതായത് ക്ഷേമനിധിയിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. അങ്ങനെ ഇരട്ട പെൻഷൻ ലഭിക്കുകയില്ല എന്നാണ് ഇപ്പോൾ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുള്ളത്. ഒരാൾക്ക് ഒരു പെൻഷൻ മാത്രമേ ലഭിക്കൂ എന്നുള്ളതാണ്. അത് വളരെയധികം ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് അവരുടെ ജീവിതകാലം അധ്വാനത്തിൻ്റെ ഒരു തുക അവർ മിച്ചം അടച്ച് അവരുണ്ടാക്കിയ ഒരു പെൻഷനാണ്. ആ ഒരു പെൻഷൻ ഈ 1600 രൂപ തന്നെ ആയിരിക്കും മിക്ക ആളുകൾക്കും ലഭിക്കുന്നത്. ആ ഒരു പെൻഷൻ ലഭിക്കുന്ന കാരണത്താൽ നിലവിൽ എല്ലാ ആളുകൾക്കും ലഭിക്കുന്ന ഈ ഒരു പാവപ്പെട്ട ആളുകൾക്ക് എല്ലാ ആളുകൾക്കും ലഭിക്കുന്ന ഈ ഒരു പെൻഷൻ ഇയാൾക്ക് നിഷേധിക്കുന്നത് അത് ശരിക്കും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. തുടർന്ന് ലഭിക്കാൻ വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റൊക്കെ സമർപ്പിക്കേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത്. കൂടുതൽ വരുമാനമുള്ള ആളുകൾക്കൊന്നും ഈ ഒരു പെൻഷൻ ലഭിക്കുകയില്ല. അപ്പോൾ വരുമാനം എന്ന് പറയുന്ന ഈ വ്യക്തിക്കല്ല, പെൻഷൻ വാങ്ങുന്ന ആൾക്കല്ല വരുമാനം, അദ്ദേഹത്തിൻ്റെ കാർഡിലുള്ള മറ്റാർക്കെങ്കിലും, അത് ഇയാൾക്ക് ഗുണം കിട്ടിക്കോണമെന്നൊന്നുമില്ല, ആർക്കെങ്കിലും പെൻഷൻ വലിയ വരുമാനം ഉള്ള ആളുണ്ടെങ്കിൽ ഈ ആൾക്ക് പെൻഷൻ ലഭിക്കില്ല. വീട്ടിൽ അയാൾ ഉൾക്കൊള്ളുന്ന കാർഡിൽ ആർക്കെങ്കിലും 1000 CCക്ക് മുകളിലുള്ള 4 ചക്ര വാഹനമുണ്ടെങ്കിൽ ഇയാൾക്ക് പെൻഷൻ ലഭിക്കുകയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വ്യക്തമാക്കാം. എന്തായാലും ഈ മാസത്തെ പെൻഷൻ എല്ലാ ആളുകൾക്കും ലഭിക്കും. 1600 രൂപ 25-ാം തീയതിക്ക് ശേഷമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. അതൊക്കെ നമുക്ക് പിന്നീട് അറിയിക്കാവുന്നതാണ്. ഇനിയും ദിവസങ്ങളുള്ളത് കൊണ്ട് തന്നെ പിന്നീട് അറിയിക്കാവുന്നതാണ്. ഇതിനു മുമ്പ് പെൻഷൻ മസ്റ്ററിങ്ങോ സാക്ഷ്യപത്ര സമർപ്പണമോ വേണ്ട. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം +1 പ്രവേശനത്തിലുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ നീട്ടിയിട്ടുണ്ട്. 8-ാം തീയതി വരെയാണ് +1 പ്രവേശനത്തിലുള്ള ആപ്ലിക്കേഷൻ നൽകാനുള്ള സമയപരിധി നീട്ടിയിട്ടുള്ളത്. ആ കാര്യം കൂടി ഇതോടൊപ്പം അറിയിക്കുന്നു. ഇപ്പോൾ സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മലപ്പുറം ജില്ലയുടെയൊക്കെ കാര്യം. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ 20% വർദ്ധിപ്പിച്ചാൽ പോലും 10,000-ന് മുകളിൽ കുട്ടികൾ പുറത്തിരിക്കേണ്ട ഒരു ഗതിയാണ് നിലവിൽ ഉള്ളത്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനിയിപ്പോൾ സീറ്റ് വർദ്ധിപ്പിച്ചാൽ പോലും ഒരു ക്ലാസ്സിൽ 65ഓളം കുട്ടികൾ ഒരു അധ്യാപകന് കീഴിലിരുന്ന് പഠിക്കേണ്ട സ്ഥിതിയാണുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ക്ലാസ്സിൽ 65 കുട്ടികൾ. അപ്പോൾ ഈ അധ്യാപക സംഘടനകളൊക്കെ പറയുന്നത് ഈ ഒരു സീറ്റ് വർദ്ധിപ്പിക്കുകയല്ല വേണ്ടത്, ബാച്ചുകൾ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് അവർ പറയുന്നത്. അല്ലാതെ സീറ്റ് വർദ്ധിപ്പിച്ചാൽ ഒരു ക്ലാസ്സിൽ 65-70 കുട്ടികളൊക്കെ ഇരിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഇപ്പോൾ ക്ലാസ് തുടങ്ങാത്തതുകൊണ്ട് ആ ഒരു പ്രശ്നമൊന്നുമില്ല. എല്ലാവർക്കും മൊബൈലിൻ്റെ മുമ്പിൽ ഇരുന്നാൽ മതിയല്ലോ. പക്ഷേ വരും ദിവസങ്ങളിൽ സ്കൂളുകൾ തുറക്കും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ഉന്നത അധികാര സമിതിയെ നിയോഗിക്കും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഏതൊക്കെ ക്ലാസ്സുകൾ തുറക്കാം എന്നുള്ള ആ സമിതി പരിശോധിക്കും. ആ പരിശോധന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ഉള്ള ഒരു തീരുമാനം ഉണ്ടാകുക അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ആദ്യഘട്ടത്തിൽ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ തുറക്കാനാണ് സാധ്യത. അപ്പോൾ ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.